ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മുടെ 7th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ ഭാഗം 2-ലെ താപം നിത്യജീവിതത്തിൽ എന്നതാണ്. അപ്പോൾ താപം എന്താണ്? താപം ഒരു ഊർജത്തിൻ്റെ ഒരു ഫോമാണ്. വിവിധ തരത്തിലുള്ള ഊർജങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ഊർജം എന്ന് നമ്മൾ ആദ്യം അറിയണം. അപ്പോൾ എന്താണ് ഊർജം എന്ന് പറഞ്ഞാൽ? ഊർജം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യാനുള്ള ഒരു കഴിവാണ് ഊർജം എന്ന് പറയാം. അപ്പോൾ എന്താണ് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ, സപ്പോസ് നമ്മളൊരു സാധനം അല്ലെങ്കിൽ ഒരു വസ്തു അതിന് മേലെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്, സേ എഫ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ആ ഒരു വസ്തുവിന് എസ് ഡിസ്റ്റൻസിൽ എന്ത് സംഭവിച്ചു? മൂവ്മെൻറ്റ് സംഭവിച്ചു വയ്ക്കുക. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ അതേ ദിശയിലാണ് എന്ത് സംഭവിച്ചത്? വസ്തുവിന് എസ് ഡിസ്റ്റൻസ് ചലനമുണ്ടായത്. അപ്പോൾ അതിൽ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഇൻറ്റു എസ് ആണ്. ഇത് തന്നെയാണ് എന്തെന്ന് പറയാ? എനർജി എന്നും പറയാം. എന്താണ്? ഊർജം എന്ന് പറയാം. നമ്മൾ ഒരു വസ്തുവിനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമ്മളൊന്നും ചലിക്കുന്നില്ല, ആ വസ്തുവിനെയും ചലിപ്പിക്കുന്നില്ല. എന്നാൽ അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? അത് സീറോയാണ്. അതേസമയം നമ്മൾ അപ്ലൈ ചെയ്ത അതേ ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടായാൽ മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ? ആ ഒരു വസ്തുവിൽ പ്രവൃത്തി ചെയ്തതായിട്ട് പറയുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് വസ്തുവിൻ്റെ പ്രവൃത്തി കണക്കാക്കുന്നത്? ഒരു വസ്തുവിൻ്റെ മേലെ നമ്മൾ എഫ് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അതിന് എസ് സ്ഥാനാന്തരം ഉണ്ടായാൽ അതിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് എഫ് ഇൻറ്റു എസ് ആണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ എന്താണ്? ജൂൾ എന്നതാണ്. എന്താണ്? ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂളാണ്. അപ്പോൾ പല വിധത്തിലുള്ള പ്രവൃത്തികളുണ്ട്. നമ്മൾ ഒരു വസ്തുവിനെ തള്ളുകയാണ്. ഒരു വസ്തുവിനെ തള്ളുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മൾ ഇവിടുന്ന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഈ ഘർഷണം, ഇവിടെയുള്ള ഘർഷണം തിരിച്ച് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്, അതുകൊണ്ട് ഈ വസ്തു മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക? അത് വന്നിട്ട് പോസിറ്റീവ് പ്രവൃത്തി എന്നും, അതേസമയം ഘർഷണം എന്താ ചെയ്യുന്നത്? ഘർഷണം ഈ വസ്തുവിൻ്റെ മൂവ്മെൻറ്റിനെ തടയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നെഗറ്റീവ് പ്രവൃത്തി എന്നും പറയും. അതേസമയം ഈ വസ്തുവിന് സ്ഥാനാന്തരമൊന്നും നടന്നില്ലെങ്കിൽ അതിനെന്താ പറയുക? അതിനെ സീറോ പ്രവൃത്തി എന്ന് പറയും. അപ്പോൾ ഈ പ്രവൃത്തിയും അതുപോലെ തന്നെ ഊർജവും സെയിം ആണ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് എന്തെന്ന് പറയുന്നത്? ഊർജം എന്ന് പറയുന്നത്. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് തന്നെയായിരിക്കും എന്തിനുമുള്ളത്? നമ്മുടെ ഊർജത്തിനുമുള്ളത്. ഊർജത്തിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ എന്നാണ് ഊർജത്തിൻ്റെ യൂണിറ്റ്. ഇനി ഇവിടെ നോക്കൂ, ഏതൊക്കെ ഊർജ രൂപങ്ങളാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ബുക്കിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിവിധ തരത്തിലുള്ള ഊർജ രൂപങ്ങളെ കുറിച്ച് അറിയണം. നമ്മുടെ വൈദ്യുതോർജ്ജമുണ്ട്, യാന്ത്രികോർജ്ജമുണ്ട്, പ്രകാശോർജ്ജം ഉണ്ട്, സൗരോർജ്ജമുണ്ട്, ശബ്ദോർജ്ജമുണ്ട്, വിൻഡിൻ്റെ എനർജി ഉണ്ട്, അതുപോലെ തന്നെ രാസോർജ്ജമുണ്ട്, വേവ്സ് ഉപയോഗിച്ചിട്ടുള്ള എനർജിയും ഉണ്ട്. അവിടെ ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കൊന്ന് കണ്ടാൽ അറിയാം, ഇവിടെ താപോർജ്ജം വെച്ചിട്ടാണ് ആ വീട്ടമ്മ പാചകം ചെയ്യുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ താപോർജ്ജത്തെ വിവിധ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതിലൊന്നാണ് പാചകം ചെയ്യൽ. രണ്ടാമത്തേതാണ് നമ്മൾ ഇരുമ്പിനെ ഉരുക്കുന്നത്. അതും എന്താണ്? അതും താപോർജ്ജം പ്രയോജനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ കുറേ എക്സാമ്പിൾ നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മുടെ താപോർജ്ജം എന്തൊക്കെയാണ് നമ്മുടെ അവസ്ഥകൾ അല്ലെങ്കിൽ ജലത്തിൻ്റെ അവസ്ഥകൾ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ ജലത്തിൻ്റെ ഖരാവസ്ഥയാണ് ഐസ് എന്ന് പറയുന്നത്. അതിൻ്റെ ദ്രാവകാവസ്ഥയാണ് ജലം എന്ന് പറയുന്നത്. അതിൻ്റെ വായുവിലുള്ള അവസ്ഥ അല്ലെങ്കിൽ വാതകാവസ്ഥയാണ് നീരാവി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജലം തിളപ്പിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ജലം അതിലെ താപോർജ്ജം സ്വീകരിച്ച് ജലം എന്ത് ചെയ്യും? നീരാവിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും? അവ താപോർജ്ജം സ്വീകരിക്കും. അതുപോലെ താപോർജ്ജം എന്ത് ചെയ്യും? പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താനും കഴിയും. അപ്പോൾ എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ്ജ രൂപമാണ് താപം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ നമ്മൾ ആലോചിച്ചാൽ മതി. എന്ത് ചെയ്താൽ മതി? ഐസിന് നമ്മൾ സാധാരണ എയറിൽ വെച്ചാൽ തന്നെ നമ്മുടെ സാധാരണ താപോർജ്ജം സ്വീകരിച്ച് അതെന്തായി മാറും? അത് ജലമായി മാറും. ഈ ജലത്തിൽ നമ്മൾ വീണ്ടും തിളപ്പിക്കുകയാണെങ്കിൽ അത് നീരാവിയായി മാറും. അപ്പോൾ ഐസിന്റെ അവസ്ഥാ മാറ്റത്തിന് കാരണമായിട്ട് ഈ താപോർജ്ജം കാരണമാകും. അതുകൊണ്ട് തന്നെ പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ്ജ രൂപമാണ് താപം എന്ന് പറയുന്നത്. ഊർജത്തിന്റെ യൂണിറ്റ് എന്തെന്ന് പറയുന്നത് നമ്മൾ ജൂൾ എന്ന് പറഞ്ഞു. വിവിധ തരത്തിലുള്ള ഊർജ്ജങ്ങൾ പറഞ്ഞു. ഇനി യാന്ത്രികോർജ്ജത്തെ കുറിച്ച് നമുക്ക് നോക്കാം. യാന്ത്രികോർജ്ജം
യാന്ത്രികോർജം രണ്ട് വിധത്തിൽ നമുക്ക് തിരിക്കാം. ഒന്ന് ഗതികോർജം, രണ്ടാമത് സ്ഥിതികോർജം. എന്തൊക്കെയാണ്? ഗതികോർജം, രണ്ടാമത്തത് സ്ഥിതികോർജം. ഗതികോർജം എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി, സ്ഥിതികോർജം എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഗതികോർജം, ഗതി പറഞ്ഞാൽ നമുക്കറിയാം ചലിക്കുന്ന അവസ്ഥ. അപ്പോൾ ഒരു വസ്തു ചലിച്ചു കൊണ്ടിരിക്കുകയാണ്, ആ ഒരു സമയത്ത് അതിനുള്ള എനർജി എന്ന് പറയുന്നതാണ് ഗതികോർജം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാസുള്ള ഒരു വസ്തു അത് v വെലോസിറ്റിയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അതിന്റെ ഗതികോർജം എന്ന് പറയുന്നത് എന്താണ്? 12mv² ആണ്. ഇനി അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ പൊസിഷൻ കൊണ്ട് അല്ലെങ്കിൽ അത് നിൽക്കുന്ന സ്ഥാനം കൊണ്ട് അതിനുണ്ടാവുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. സപ്പോസ് നമ്മളൊരു പാറക്കല്ല്, ആ പാറക്കല്ല് എന്ത് ചെയ്തു? അത് h ഹൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഭൂമിയിൽ നിന്നും h ഹൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? mgh ആണ്. mg എന്ന് പറയുന്നത് അതിന്റെ വെയിറ്റും h ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് അതിന്റെ mgh ആണ് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. g എന്ന് പറയുന്നത് എന്താണ്? g എന്ന് പറയുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ത്വരണമാണ് ഈ g എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രവൃത്തി അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? പ്രവൃത്തി അല്ലെങ്കിൽ വർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത്. ഫോഴ്സിനെ കാണാൻ എന്താ നമ്മൾ സൂത്രവാക്യം? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിന്റെ മാസാണ്, പിണ്ഡമാണ് മാസ് എന്ന് പറയുന്നത്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ത്വരണം, എന്താണ്? ത്വരണമാണ്. അപ്പോൾ ഇതിന്റെ യൂണിറ്റ് എന്താണ് വരിക? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു ഡിസ്റ്റൻസ്. ഇത് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്, ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ഇത് വരുന്നത്. ഇനി നമ്മൾ വർക്കിന്റെയും കൂടി ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒരു മീറ്ററും കൂടി വരും. അപ്പോൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ, ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? ജൂൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പോൾ താപത്തിന്റെ കൈമാറ്റമാണ് അടുത്തത്. ഇവിടെ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. അതിൽ എന്താ ചെയ്തിരിക്കുന്നത്? നമ്മൾ ഒരു അരിനെ വേവിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഈ ഗ്യാസ് സ്റ്റൗവിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നടന്നിരിക്കുന്ന താപാന്തരം അല്ലെങ്കിൽ താപത്തിന്റെ കൈമാറ്റം എങ്ങനെയാണ് നടന്നിരിക്കുന്നത്? നമ്മൾ സ്റ്റൗവിലെ തീനാളം, അതിലുള്ള താപം എന്ത് ചെയ്യും? ആ താപം വന്നിട്ട് ആ പാത്രം ആഗിരണം ചെയ്തിട്ട് ആ പാത്രം ആദ്യം ചൂടാകും. ആ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മൾ വെള്ളം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം എന്ത് ചെയ്യും? ഈ വെള്ളം ഈ ചൂടുള്ള പാത്രത്തിൽ നിന്നുള്ള താപത്തിനെ ആഗിരണം ചെയ്തിട്ട് വെള്ളം ചൂടാകും. ഈ വെള്ളത്തിൽ നിന്നുള്ള താപം അരി സ്വീകരിച്ചിട്ട് അരി വേകും. ഇങ്ങനെയാണ് താപത്തിന്റെ കൈമാറ്റം നടക്കുന്നത്. അപ്പോൾ താപപ്രേഷണം അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ്, താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതാണ് താപപ്രേഷണം അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിന് എന്താ പറയുക? താപപ്രേഷണം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്ത് അല്പനേരം കഴിഞ്ഞാൽ പാത്രത്തിന് എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ആ പാത്രത്തിലെ ഹീറ്റ് അത് എയറിലേക്ക് പോകും. അവിടെ ഉണ്ടാകുന്ന കാറ്റ് അതിനെ സ്വീകരിച്ചിട്ട് ആ പാത്രത്തിന്റെ ചൂട് ക്രമേണ കുറയുകയാണ് ചെയ്യുക. ഇനി താപപ്രേഷണം ഖരവസ്തുക്കളിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്നത് ഒരു എക്സ്പെരിമെന്റിലൂടെ കാണിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് അവരൊരു അലുമിനിയം കമ്പിയിൽ മെഴുക് വെച്ചിട്ട് ആണിനെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ അലുമിനിയം കമ്പിയുടെ അറ്റത്തായിട്ട് എന്ത് ചെയ്തു? ഹീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ മെഴുകുതിരിയിൽ നിന്നുള്ള ഹീറ്റ് ഈ അലുമിനിയം കമ്പിയിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ മെഴുക് ഉരുകി ഓരോരോ ആണികൾ വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നടക്കുന്ന താപപ്രേഷണം അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിൽ താപം സഞ്ചരിക്കുന്നത് ചാലനം എന്നുള്ള പ്രോസസ്സിലാണ്. അപ്പോൾ എന്താണ് ഈ ചാലനം? നമ്മുടെ ലോഹക്കമ്പിയുടെ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇത്തരത്തിൽ താപം കൈമാറി പ്രേഷണം ചെയ്യുന്ന രീതിയാണ് ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടക്ഷനിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? കണ്ടക്ഷനിൽ ഇപ്പോൾ ഒരു വസ്തുവുണ്ട്, ഇങ്ങനൊരു വസ്തുവുണ്ട്. നമ്മൾ ഇവിടെ ചൂടാക്കുകയെന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും? ഇവിടെ ചൂടാക്കുകയെന്ന് വെച്ചാൽ ഇവിടെയുള്ള തന്മാത്രകൾ ചൂടാകും. ഈ തന്മാത്രകൾ എന്ത് ചെയ്യും? അടുത്ത തന്മാത്രകളിലേക്ക് താപം കൊടുക്കും. ഇങ്ങനെ
താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ഇങ്ങനെ പ്രവഹിക്കുന്ന ഈ രീതിനെയാണ് എന്തെന്ന് പറയുന്നത്? ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ നമ്മൾ ഖരാവസ്തുക്കളിലെല്ലാം സാധാരണ താപം കൈമാറുന്നത് ചാലനം വഴിയാണ്. താപം നന്നായി കടത്തിവിടുന്നവയെ നമ്മൾ എന്താ പറയാ? നമ്മൾ പറയും സുജാലകങ്ങൾ എന്ന് പറയും. എന്താ പറയാ? സുജാലകങ്ങൾ. അപ്പൊ അലുമിനിയം, ചെമ്പ്, മരക്കഷ്ണം, ഇരുമ്പ്, ഗ്ലാസ് റോഡ്, ഇങ്ങനെ വെവ്വേറെ മെറ്റീരിയൽ എടുത്തിട്ട് ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്കറിയാം മെറ്റലുകൾ നന്നായിട്ട് കണ്ടക്ട് ചെയ്യും. അപ്പോൾ അവ നന്നായിട്ട് എന്ത് ചെയ്യും? അവ നന്നായിട്ട് താപത്തെ കടത്തിവിടുകയാണ് ചെയ്യുക. അതേസമയം ഗ്ലാസ്, മരക്കഷ്ണം ഇവയെല്ലാം എന്താ ചെയ്യുക? ഇവ താപത്തെ കടത്തിവിടുകയില്ല. അപ്പോൾ താപം നന്നായി കടത്തിവിടുന്നവയെ സുജാലകങ്ങൾ എന്നും അതേസമയം താപം കടത്തിവിടാത്ത വസ്തുക്കളെ കുജാലകങ്ങൾ എന്നും പറയുന്നു. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് സുജാലകങ്ങളും കുജാലകങ്ങളും. സുജാലകങ്ങൾ എന്ന് പറഞ്ഞാൽ ഗുഡ് കണ്ടക്ടേഴ്സ്, കുജാലകങ്ങൾ എന്ന് പറഞ്ഞാൽ പുവർ കണ്ടക്ടേഴ്സ്. ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെ സുജാലകങ്ങൾ എന്നും അതേസമയം താപം നന്നായി കടത്തിവിടാത്ത വസ്തുക്കളെ എന്താ നമ്മൾ പറയുക? കുജാലകങ്ങൾ എന്നുമാണ് പറയുക. ഇനി നമ്മൾ ഓരോരോ ഇക്വിപ്മെന്റ് ഉണ്ടാക്കുമ്പോഴും അതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ അതിൻ്റെ താപം സുജാലകങ്ങളോ കുജാലകങ്ങളോ തിരഞ്ഞെടുത്തിട്ട് വേണം നമ്മൾ ഓരോരോ കാര്യങ്ങളും തീരുമാനിക്കാൻ. അപ്പോൾ നമ്മളൊരു പാത്രം ഉണ്ടാക്കുകയാണ്. പാത്രം ഉണ്ടാക്കുന്ന സമയത്ത് അതെന്തായിരിക്കണം? അത് സുജാലകങ്ങളായിരിക്കണം. കാരണം എന്ത്? നമ്മൾ കൊടുക്കുന്ന താപം അത് പാത്രം സ്വീകരിച്ചിട്ട് അത് ഉടനെ ഉള്ളിലുള്ള വസ്തുക്കൾക്ക് കൊടുത്താൽ മാത്രമേ, താപം കൊടുത്താൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? നമുക്ക് പാചകം ചെയ്യാനെല്ലാം ഈസി ആകുകയുള്ളൂ. അതേസമയം ഇപ്പം നമ്മൾ അതിൻ്റെ കൈപ്പിടി അവ എന്താ ചെയ്യുക? അവ വന്നിട്ട് നമ്മൾ കുജാലകങ്ങൾ ആക്കിയാൽ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ. കാരണം എന്താണ്? നമ്മളത് സുജാലകങ്ങളാണ് വെച്ചാൽ നമുക്കത് കൈയിൽ വെക്കാനോ അതിൽ താപം എല്ലായ്പ്പോഴും ഉണ്ടാകും. നമ്മൾ ചൂടാക്കിയ താപം അതിലുണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്കത് പിടിച്ച് ഇറക്കാനോ ഒന്നും പറ്റുകയില്ല. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യണം? അത് വന്നിട്ട് കുജാലകങ്ങളും അതേസമയം പാത്രം എന്ന് പറയുന്നത് സുജാലകങ്ങളും ആയിരിക്കണം. ഇനി താപപ്രേഷണം ദ്രാവകങ്ങളിൽ എങ്ങനെയാണ് നടക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഖരങ്ങൾ നമ്മൾ പറഞ്ഞു ചാലനം വഴിയാണെന്ന് കണ്ടുപിടിച്ചു. ഇനി ദ്രാവകങ്ങൾ എന്ത് സംഭവിക്കും വെച്ചാൽ, നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുകയാണ്. പാത്രത്തിൽ നിന്ന് വെള്ളം കൊണ്ട് വയ്ക്കുക. നമ്മൾ ഇവിടുന്ന് ചൂടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവിടുന്ന് ഉള്ള തന്മാത്രകൾ ഇവ താപം സ്വീകരിച്ച് മേലേക്ക് പോകും. മേലെയുള്ള താപമില്ലാത്ത ചൂട് കമ്മിയായിട്ടുള്ള തന്മാത്രകൾ താഴേക്ക് വന്നിട്ട് അവ താപം സ്വീകരിച്ചിട്ട് അവ വീണ്ടും മേലേക്ക് പോകും. അങ്ങനെ താപം സ്വീകരിച്ചിട്ടുള്ള തന്മാത്രകൾ മേലേക്ക് പോകുകയും ബാക്കിയുള്ള തന്മാത്രകൾ താഴെ വന്നിട്ട് അവ ചൂടായിട്ട് വീണ്ടും മുകളിലേക്ക് പോകും. അങ്ങനെ ഒരു പ്രക്രിയ നടക്കുകയാണ്. ഈ ഒരു പ്രക്രിയനെ പറയുന്ന പേരാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്? അപ്പൊ അതിന്റെ മലയാള അർത്ഥം എന്നാണ് സംവഹനം. വാതകങ്ങളിലും ദ്രാവകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനം മാറ്റം എങ്ങനെ നടക്കുന്നത്? ആ ഒരു പ്രക്രിയയെ പറയുന്ന പേരാണ്, താപപ്രേഷണ രീതിയെ പറയുന്ന പേരാണ് സംവഹനം എന്ന് പറയുന്നത്. ഈ വാതകങ്ങളിലും ഇതേ പ്രോസസ്സ് തന്നെയാണ് നടക്കുക. നമ്മൾ വാതകത്തെ ചൂടാക്കുന്ന സമയത്ത് താഴെയുള്ള തന്മാത്രകൾ ചൂടാകും. അല്ലെങ്കിൽ വേണ്ട, നമ്മുടെ ഭൂമി പകൽ സമയത്ത് എന്താ സംഭവിക്കുക? ഭൂമിയുടെ പുറന്തോട് ചൂടായിരിക്കും. അപ്പോൾ അവിടെയുള്ള തന്മാത്ര, വായു തന്മാത്രകൾ എന്ത് ചെയ്യും? അവ ചൂട് സ്വീകരിച്ച് വികസിച്ച് മുകളിലേക്ക് പോകും. അപ്പോൾ മേലെയുള്ള തണുത്ത വായു എന്ത് ചെയ്യും? അത് താഴേക്ക് വന്നിട്ടാണ് അവ പിന്നീട് കുറേ നേരം കഴിഞ്ഞാൽ അവ ചൂടായിട്ട് വീണ്ടും അവ മേലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രക്രിയയാണ് നടക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രക്രിയനെ പറയുന്ന പേരാണ് കൺവെക്ഷൻ അല്ലെങ്കിൽ സംവഹനം എന്ന് പറയുന്നത്. അപ്പോൾ കൺവെക്ഷനിൽ എന്തായിരുന്നു? കൺവെക്ഷനിൽ തന്മാത്രകൾ താഴ്ന്നു മേലേക്ക് പോകും. അതേസമയം കണ്ടക്ഷൻ അല്ലെങ്കിൽ ചാലനത്തിൽ എന്താണ്? ചാലനത്തിൽ നമ്മുടെ തന്മാത്രകൾ സ്വീകരിച്ചിട്ട് അടുത്ത തന്മാത്രകളിലേക്ക് ഉടനെ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് ചാലനത്തിൽ സംഭവിക്കുന്നത്. ഇനി അടുത്തൊരു മെത്തേഡാണ്, താപപ്രേഷണ രീതിയാണ് വികിരണം എന്ന് പറയുന്നത്. ഈ വികിരണം എന്ന് പറയുന്നത് എങ്ങനെയാണ്? മാധ്യമത്തിന് സഹായമില്ലാതെ താപം പ്രേക്ഷണം ചെയ്യുന്ന രീതിയാണ് വികിരണം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടക്ഷനിലും കൺവെക്ഷനിലും മാധ്യമം ആവശ്യമാണ്. അതേസമയം വികിരണത്തിൽ മാധ്യമം ആവശ്യമല്ല. വികിരണം വഴി എല്ലാ ദിശയിലേക്കും താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. സൂര്യന്റെ താപം ഭൂമിയിൽ എത്തുന്നത് വികിരണം വഴിയാണ്. ഇരുണ്ടതോ പരിപരുത്തതോ ആയ പ്രതലങ്ങളെക്കാൾ വെളുത്തതോ മിനുസമുള്ളതോ ആയ പ്രതലങ്ങൾ വികിരണ താപത്തെ കൂടുതൽ പ്രതിപദിപ്പിക്കും. അതായത് നമ്മൾ ഇരുണ്ട ഒരു വസ്തുവാണ് വെച്ചാൽ അത് കൂടുതൽ പെട്ടെന്ന് താപം ആഗിരണം ചെയ്യും. അതേസമയം വെളുത്തതോ അല്ലെങ്കിൽ മിനുസമുള്ളതോ ആയ പ്രതലമാണ് വെച്ചാൽ അവ എന്ത് ചെയ്യും? അവ താപവികിരണത്തെ പ്രതിപദിപ്പിക്കുകയാണ് ചെയ്യുക. അതായത്
വിഘടിപ്പിക്കുകയാണ് ചെയ്യുക, അത് സ്വീകരിക്കാതിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ സൂര്യനിൽ നിന്നും നമ്മുടെ ഭൂമിയിലേക്ക് താപം എത്തുന്നത് അതെന്താണ്? അത് വികിരണം വഴിയാണ്, റേഡിയേഷൻ വഴിയാണ് സൂര്യനിൽ നിന്നുള്ള നമ്മുടെ ഊർജം ഭൂമിയിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫിലമെന്റ് ബൾബിൽ നിന്ന് താപം താഴെ എത്തുന്നതും അതെല്ലാം വികിരണം വഴിയാണ്. അവിടെ എന്താണ്? അവിടെയൊന്നും മാധ്യമം യൂസ് ചെയ്യുന്നില്ല. ഇനി താപനഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഐഡിയ ആണ് പറയുന്നത് എനർജി സേവർ ഹോട്ട് ബോക്സ് അല്ലെങ്കിൽ ചൂടാറ പെട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചൂടാറ പെട്ടിയുടെ പ്രവർത്തനം എന്താണ്? ഈ ചൂടാറ പെട്ടി എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ചൂടാറ പെട്ടിയിലെ ഉള്ളിൽ ഒരു പ്രത്യേക എൻവിറോൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് ബാഹ്യമായിട്ട് ഒരു ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ചൂടാറപ്പെട്ടിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ചൂടാറപ്പെട്ടി എന്ത് ചെയ്യും? നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള വായു വെളിയിലേക്കുള്ള സമ്പർക്കമൊന്നുമില്ലാതെ അതൊരു ഇൻസുലേറ്റർ ആയിട്ട്, അല്ലെങ്കിൽ അത് താപമൊന്നും കടത്തി വിടാതെ വെളിയിലേക്കൊന്നും കടത്തി വിടാതെ അതിൻ്റെ ഉള്ളിൽ മാത്രമായിട്ട് നിർത്തുന്നതാണ് ചൂടാറപ്പെട്ടി ചെയ്യുന്നത്. പാചക ഇന്ധനത്തിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിനും പാചകം ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ ചൂട് നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നതിനുമുള്ള സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? ചൂടാറപ്പെട്ടി എന്ന് പറയുന്നത്. ഇതിൽ എന്ത് ചെയ്യും? ഇതിൽ ഭക്ഷ്യവസ്തുക്കൾ ശരാശരി 8 മണിക്കൂർ സമയം ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയും. ഏകദേശം എന്തരി വെള്ളത്തോടെ ഇതിൽ ഇറക്കി വെച്ചാൽ അരി വേവിക്കാനുള്ള ഇന്ധന ചെലവ് എന്ത് ചെയ്യാം? പകുതിയോളം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ചൂടാറപ്പെട്ടി എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി എന്താ ഉപയോഗിക്കുന്നത്? തെർമോകോൾ ഉപയോഗിക്കാം. ഇത് തന്നെ കുചാലകമാണ്. അപ്പോൾ ഈ കുചാലകം എന്ത് ചെയ്യും? ഇതിൻ്റെ ഉള്ളിലുള്ള എൻവിറോൺമെന്റിനെ അങ്ങനെ തന്നെ നിലനിർത്തും. അത് ഒരിക്കലും താപം വെളിയിലേക്ക് കടത്തിവിടില്ല, അതുപോലെ തന്നെ വെളിയിലുള്ള താപത്തിന് ഉള്ളിലേക്കും കടത്തിവിടില്ല. അപ്പോൾ ഇതൊരു പ്രത്യേക മാധ്യമമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഐസ് പെട്ടി. ഐസ് പെട്ടി എന്തിനാ ഉപയോഗിക്കുക? മത്സ്യം പോലുള്ള ആഹാര പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് ഐസ് ഉപയോഗിക്കും. ഈ ഐസ് തുറന്നു വെച്ചാൽ എന്ത് സംഭവിക്കും? പെട്ടെന്ന് തന്നെ അത് മെഴുകി മെൽറ്റായിട്ട് ദ്രാവകമാകും. അതേസമയം ആ ഐസ് പെട്ടി ഒന്നുള്ള ഒരു സംവിധാനത്തിലിട്ടാൽ എന്ത് സംഭവിക്കുക? ഐസ് ഉരുകത്തില്ല, അതുപോലെ തന്നെ മീനും മത്സ്യമെല്ലാം കേടുകൂടാതെ സംരക്ഷിക്കാനും പറ്റും. ഇനി ഖരവസ്തുക്കളുടെ താപീയ വികാസമാണ് ഇതാക്കിയിരിക്കുന്നത്. താപം ലഭിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഖരവസ്തുക്കൾ വികസിക്കുമോ? വികസിക്കും. കാരണം നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ എന്താ ചെയ്യുക? താപം കൊടുക്കുകയാണ്. താപം ഒരു ഖരവസ്തുക്കൾ കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇവിടെയുള്ള തന്മാത്രകൾ എന്ത് ചെയ്യും? തന്മാത്രകൾ ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്തിട്ട് അത് അടുത്ത തന്മാത്രകളിലേക്ക് താപത്തിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഹീറ്റ് ആക്കുന്ന സമയത്ത് ഈ തന്മാത്രകൾ വികസിക്കും. അങ്ങനെ ഈ തന്മാത്രകൾ വികസിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മെറ്റൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഖരവസ്തുക്കൾ താപം സ്വീകരിക്കുന്ന സമയത്ത് അവ വികസിക്കുകയാണ് ചെയ്യുക. ഇനി ഖരവസ്തുക്കളുടെ താപീയ വികാസം. താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുന്നു. തണുക്കുമ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് സംഭവിക്കും. തണുക്കുമ്പോൾ അവ സങ്കോചിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ദ്രാവകങ്ങൾ എന്താ ചെയ്യുക? ദ്രാവകങ്ങളും അതേ അവസ്ഥയാണ് ചെയ്യുക. നമുക്കറിയാം, നമ്മൾ ജലം തിളപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഉയർന്നു പോകുന്ന മാതിരി കാണുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ അതിൻ്റെ അളവ് എന്ന് പറയുന്നത് മുമ്പത്തേക്കാളും കുറച്ചും കൂടി ഒരു ലെവല് കൂടുതലായിട്ടായിരിക്കും ഉണ്ടാവുക. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമ്മൾ താപം ലഭിക്കുന്ന സമയത്ത് ദ്രാവകങ്ങളും വികസിക്കും എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെയാണ് വാതകത്തിനും സംഭവിക്കുക. അപ്പോൾ ദ്രാവകങ്ങളുടെ താപീയ വികാസം എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദ്രാവകങ്ങൾ ചൂടാക്കുമ്പോൾ വികസിക്കുന്നു, തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു. ഇനി വാതകങ്ങളുടെ താപീയ വികാസം. വാതകങ്ങളുടെ താപീയ വികാസത്തിൽ എന്താ സംഭവിക്കുക? വാതകങ്ങളുടെ താപീയ വികാസത്തിലും വാതകങ്ങൾ ചൂടാക്കുമ്പോൾ വികസിക്കുകയും അതേസമയം തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുകയാണ് ചെയ്യുക. ഇനി താപനില. ഒരു വസ്തുവിന്റെ ഊഷ്മാവിനെ സൂചിപ്പിക്കുന്ന ഇതാണ് താപനില എന്ന് പറയുന്നത്, അല്ലെങ്കിൽ താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്ന പദമാണ് താപനില എന്ന് പറയുന്നത്. നമുക്ക് വിവിധ തരം യൂണിറ്റുകൾ അതിനുപയോഗിക്കുന്നുണ്ട്. ഒന്ന് ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ ഇന്ത്യയിലെല്ലാം സാധാരണ ഉപയോഗിക്കുക ഡിഗ്രി സെൽഷ്യസ് ആണ് ഉപയോഗിക്കുക. പിന്നെ ഡിഗ്രി ഫാരൻഹീറ്റ് ഉണ്ട്. അതില്ലാതെ കെൽവിൻ ടെമ്പറേച്ചർ ഉണ്ട്. ഈ കെൽവിൻ ആണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ അല്ലെങ്കിൽ SI യൂണിറ്റ് ആണ് ഈ കെൽവിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കെൽവിൻ എങ്ങനെ എടുത്തിരിക്കുന്നത്? കെൽവിൻ എന്ന് പറയുന്നത് -273.15 ഡിഗ്രി സെൽഷ്യസ്. ആ ഒരു സെൽഷ്യസ് ആണ് മനുഷ്യന് ഏറ്റവും എത്തിച്ചേരാൻ ഏർപ്പെട്ട ഏറ്റവും ചെറിയ താപനില എന്ന് പറയുന്നത് -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതാണ് 0 കെൽവിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇപ്പോൾ നമ്മൾ തരികയാണ് 300 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയാകും ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? 300 + 273 നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ എത്ര വരും? 573 ആവും.
സാധാരണ എക്സാമിന് ചോദിക്കുന്നതാണ് ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് കെൽവിനിലോട്ടും അതുപോലെ തന്നെ കെൽവിനിൽ നിന്ന് ഡിഗ്രി സെൽഷ്യസിലോട്ടും. ഇതിൽ സാധാരണ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് ഞാൻ എഴുതുന്നത് F-32/180 is equal to C/100 is equal to K-273/100. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും വേറൊരു ഇക്വേഷൻ പഠിച്ചിട്ട് അത് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ചിലവർ പഠിക്കാം, ഞാൻ ഇങ്ങനെ പഠിച്ചിരിക്കുന്നത് F-32/180. 180ക്ക് പകരം എന്ത് ചെയ്യും, 90 എഴുതും. അപ്പോൾ ഇവിടെ എന്ത് എഴുതും, C/50 എന്നാവും. അതുപോലെ K-273/50 എന്നാവും. അല്ലെങ്കിൽ ഈ 0 എല്ലാം വെട്ടിയാൽ എന്ത് സംഭവിക്കും, F-32/9 is equal to C/5 is equal to K-273/5. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിരിക്കണം, ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് സാധാരണ ഡിഗ്രി സെൽഷ്യസിൽ തന്നിരിക്കുകയാണ്, അതിനെ കെൽവിനിലോട്ടാക്കാൻ എന്ത് ചെയ്താൽ മതി, നമ്മൾ 273 കൂടി കൂട്ടിയാൽ മതി. അതേസമയം നമുക്ക് കെൽവിനിൽ തന്നിരിക്കുന്നത്, അതിനെ നമ്മൾ ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണം, 273 കമ്മിയാക്കുകയാണ് വേണ്ടത്. ഇനി ഫാരൻഹീറ്റിന് ഇവിടെ ഞാൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അത് കാണാൻ പഠിക്കാം. ശരീര താപനില അളക്കാൻ ക്ലിനിക്കൽ തെർമോമീറ്റർ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം ഏതാണ് എന്ന് ചോദിക്കാം. ദ്രാവകമാണോ? അത് അല്ല, മെർക്കുറിയാണ് സാധാരണ യൂസ് ചെയ്യുക. ഈ മെർക്കുറിയുടെ പ്രത്യേകത എന്താണ് എന്ന് നമ്മൾ പഠിക്കണം. ഇപ്പോൾ ഒരു തെർമോമീറ്റർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ തെർമോമീറ്റർ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ ഈ ഒരു മെർക്കുറിക്ക് എന്തൊക്കെ പ്രത്യേകത ഉണ്ടാവണം, അത് താപം പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നതായിരിക്കണം, ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഞാൻ അരമണിക്കൂറിന് ശേഷമേ എനിക്ക് അത് താപനില കാണിക്കുന്നുള്ളൂ വെച്ചാൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ താപനില പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന മെറ്റീരിയൽ ആയിരിക്കണം ഈ തെർമോമീറ്ററിൽ ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അത് ഈസി ആയിട്ട് വിസിബിൾ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, തെർമോമീറ്റർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുക. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് മെർക്കുറി എന്ന് പറയുന്നത്. സാധാരണ അവസ്ഥയിൽ മനുഷ്യന്റെ ശരീര താപനില എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.6 ഫാരൻഹീറ്റ് ആണ്. ലബോറട്ടറി തെർമോമീറ്റർ, ലാബിൽ ഉപയോഗിക്കുന്ന തെർമോമീറ്ററാണ് ലബോറട്ടറി തെർമോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിനിക്കൽ തെർമോമീറ്ററിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് മെർക്കുറി എന്ന് പറയുന്നത്. മെർക്കുറിയുടെ കളർ എന്താണ്, മെർക്കുറിയുടെ കളർ വന്നിട്ട് ഒരു സിൽവർ ടൈപ്പ് കളറാണ് മെർക്കുറിക്കുള്ളത്. പിന്നെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കളേർഡ് എത്തനോൾ. സാധാരണ അതൊരു പിങ്ക് റെഡ് കളറാണ് യൂസ് ചെയ്യാറ്, അതാണ് എത്തനോൾ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന പൈറോമീറ്റർ എന്താണ്. പൈറോമീറ്റർ പറഞ്ഞാൽ വികിരണം വെച്ച്, നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലാതെ അതിന്റെ വികിരണം വെച്ചിട്ട് അതിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നവയാണ് പൈറോമീറ്റർ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസസുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പോൾ ഒന്ന് പൈറോമീറ്റർ ഉണ്ട്, പിന്നെ തെർമോമീറ്റർ ഉണ്ട്. തെർമോമീറ്റർ എല്ലാം ചെറിയ മെഷർമെന്റ് ആണ്, ചെറിയ ടെമ്പറേച്ചർ മെഷർമെന്റിനാണ് തെർമോമീറ്റർ എല്ലാം ഉപയോഗിക്കുന്നത്. പൈറോമീറ്റർ എന്ന് പറഞ്ഞാൽ വികിരണത്തെ ബേസ് ചെയ്ത്, റേഡിയേഷനെ ബേസ് ചെയ്തിട്ടാണ് പൈറോമീറ്റർ ടെമ്പറേച്ചർ മെഷർമെന്റ് ചെയ്യുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ മെഷർമെന്റ് ചെയ്യാനുള്ള ഉപകരണങ്ങളാണ് തെർമോമീറ്റർ, പൈറോമീറ്റർ എന്നിവ. ഇനി അടുത്താണ് അന്തരീക്ഷ താപനില. പകലാണോ രാത്രിയിലാണോ അന്തരീക്ഷത്തിന്റെ താപനില ഉയരുന്നത്? എന്തുകൊണ്ട്? അതായത് രാവിലെ സൂര്യൻ ഉദിക്കുന്നു, ഉച്ചയ്ക്ക് ആ ഒരു സമയത്ത് ഭൂമി പെട്ടെന്ന് ചൂടാവുകയും ഭൂമിയിലെ ടെമ്പറേച്ചർ കൂടുകയുമായിരിക്കും ചെയ്യാം. ഇനി വേറൊരു കണ്ടീഷനാണ്, ദ്രാവകമാണോ അതോ ഖരമാണോ എത്രയും പെട്ടെന്ന് ചൂടാവുക? അത് ഖരമാണ് എത്രയും പെട്ടെന്ന് ചൂടാവുക. നമ്മുടെ സാധാരണ ഒരു കേസ് എടുക്കാം. നമ്മൾ ഭൂമിയിലെ ഖരഭാഗമായ ഖരഭാഗങ്ങൾ പെട്ടെന്ന് ചൂടാവുകയും അതേസമയം നമ്മുടെ കടൽ ഭാഗം പതിയെ ചൂടാവുകയുമേ ഉള്ളൂ. അതേപോലെ രാത്രി ആകുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഖരഭാഗം പെട്ടെന്ന് തണുക്കും, അതേസമയം കടൽ ഭാഗം പതുക്കെ തണുക്കുകയുള്ളൂ. അപ്പോൾ ഇതിന് മനസ്സിലാക്കാം എന്താണ്, ഖരം പെട്ടെന്ന് ചൂടാവുകയും അതുപോലെ തന്നെ പെട്ടെന്ന് തണുക്കുകയും ചെയ്യുന്നു. അതേസമയം ദ്രാവകങ്ങൾ പതിയെ ചൂടാവുകയുള്ളൂ, അതുപോലെ തന്നെ പതിയെ തന്നെ തണുക്കുകയും ചെയ്യുകയുള്ളൂ. ഇനി കരക്കാറ്റും കടൽക്കാറ്റും. കരക്കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കരയിൽ നിന്നും വീശുന്ന കാറ്റാണ് കരക്കാറ്റ് എന്ന് പറയുന്നത്. അതേസമയം കടൽക്കാറ്റ് എന്ന് പറഞ്ഞാൽ കടലിൽ നിന്നും വീശുന്ന കാറ്റാണ് കടൽക്കാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ രാവിലെ എന്താ സംഭവിക്കുക, ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ
കര പെട്ടെന്ന് ചൂടാവും, അവിടെയുള്ള വായു വികസിച്ച് മേലെ പോകും. അതേസമയം കടൽ എന്ന് പറയുന്നത് പതിയെ ചൂടാവുകയുള്ളൂ. അപ്പൊ അവിടെയുള്ള വായു എന്തായിരിക്കും? അത് തണുത്തതായിരിക്കും. അപ്പൊ നമ്മുടെ ഇവിടെയുള്ള കരഭാഗത്തു നിന്നുള്ള വായു ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഇവിടെ ഒരു ന്യൂനമായിട്ടുള്ള മർദ്ദം സംഭവിക്കും. ഇവിടെ മർദ്ദം കമ്മിയാവും, അതാണ് ന്യൂനമർദ്ദം എന്ന് പറയുന്നത്. ഇവിടെ വായുള്ള വായു എന്ന് പറയുന്നത് തണുത്തിട്ടാണ്, അവയുടെ പ്രഷർ എന്ന് പറയുന്നത് കൂടുതലാണ്. ഇപ്പൊ ഇവിടെ നിന്നുള്ള കാറ്റ് എന്ത് ചെയ്യും? ഇവിടെ നിന്നുള്ള കാറ്റ്, കടലിൽ നിന്നുള്ള കാറ്റ് കരയിലേക്ക് വീശിയടിക്കും. ഇതാണ് കടൽക്കാറ്റ്. കടലിൽ നിന്നും വരുന്ന കാറ്റാണ് കടൽക്കാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെപ്പോഴാണ് സംഭവിക്കുക? ഇത് പകലാണ് സംഭവിക്കുക. കാരണം എന്താണ്? പകലില് ഇവിടെയുള്ള വായു പെട്ടെന്ന് ചൂട് പിടിക്കും, ഈ കരഭാഗം പെട്ടെന്ന് ചൂട് പിടിക്കും. അതുകൊണ്ട് തന്നെ അവിടെയുള്ള വായു പെട്ടെന്ന് ചൂട് പിടിക്കും, ആ വായു മേലേക്ക് പോകും. അതേസമയം കടലിൽ വലിയ ചൂടാവുകയുള്ളൂ, അവിടെയുള്ള വായുവിന്റെ ടെമ്പറേച്ചർ പറയുന്നത് കമ്മിയായിരിക്കും. ആ വായു എന്ത് ചെയ്യും? ആ വായു ഇവിടേക്ക് വരികയാണ് ചെയ്യുക. കാരണം ഇവിടെ വായു മേലേക്ക് പോയി ആ വായുവിലേക്ക് ഈ സാന്ദ്രതയായിട്ടുള്ള വായു ഉള്ളിലേക്ക് വരും. അതാണ് കടൽക്കാറ്റ് എന്ന് പറയുന്നത്. ജലത്തേക്കാൾ വേഗത്തിൽ കര ചൂട് പിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പകൽ സമയങ്ങളിൽ കരയ്ക്ക് കടലിനേക്കാൾ ചൂട് കൂടുതലാണ്. കരയോട് തൊട്ട് മുകളിലുള്ള വായു ചൂട് പിടിക്കുന്നു. ഈ വായു വികസിച്ച് മുകളിലേക്ക് പോകുന്നു. കരയുമായി താരതമ്യപ്പെടുത്തിയാൽ കടലിന് മുകളിലുള്ള വായു തണുത്തതാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? കരയിലെ ചൂട് പിടിച്ച വായു മുകളിലേക്ക് പോകും. അതേസമയം കടലിന് മുകളിലുള്ള തണുത്ത വായു ഈ സ്ഥലത്തേക്ക്, ഈ കരഭാഗത്തേക്ക് വരികയും ചെയ്യുന്നു. ഇങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? കടൽക്കാറ്റ് ഉണ്ടാകുന്നത്. ഇനിയപ്പോൾ രാത്രി എന്താ സംഭവിക്കുക? രാത്രിയില് ഈ കരഭാഗം പെട്ടെന്ന് തണുക്കും. അപ്പൊ ഇവിടെയുള്ള വായു എന്താണ്? ഇവിടെയുള്ള വായു തണുത്തതായിരിക്കും. അതേസമയം കടലില് പകല് മുഴുവൻ കടല് ടെമ്പറേച്ചർ സ്വീകരിച്ച് മെല്ലെ ചൂടായിട്ടുണ്ടാവുള്ളൂ. അത് പിന്നീട് പെട്ടെന്ന് തണുക്കുകയില്ല. അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടെയുള്ള വായു തണുത്തതായിരിക്കും, ഇവിടെയുള്ള വായു ചൂടായിരിക്കും. ഈ വായു മുകളിലേക്ക് പോകും. അപ്പൊ ഇവിടെ നിന്ന് കരയിൽ നിന്നും കടലിലേക്ക് കാറ്റ് വീശിയടിക്കും. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കരക്കാറ്റ്. കരയിൽ നിന്ന് വീശിയടിക്കുന്ന കാറ്റാണ് കരക്കാറ്റ് എന്ന് പറയുന്നത്. കടലിനേക്കാൾ വേഗത്തിൽ കര തണുക്കുന്നു. അതിനാൽ കടലിന് മുകളിലുള്ള വായുവിന് താരതമ്യേന ചൂട് കൂടുതലാണ്. അതിനാൽ കടലിന് മുകളിലുള്ള വായുവാകും കൂടുതൽ വികസിച്ചിരിക്കുക. അപ്പോൾ കരയുടെ മുകളിലുള്ള തണുത്ത വായു കടലിലേക്ക് പ്രവഹിക്കുന്നു. ഇത് കരക്കാറ്റിന് കാരണമാകുന്നു. അപ്പോൾ ഇതാണ് ഈ ടെക്സ്റ്റിൽ മൊത്തമായിട്ട് പറയുന്നത്. നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ജൂൾ എന്ന് പറയുന്നത് എന്താണ്? ഊർജം അല്ലെങ്കിൽ പ്രവൃത്തിയുടെ യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് SI യൂണിറ്റ് ആണ്. അതേസമയം എർഗ് പറഞ്ഞൊരു ഇതുണ്ട്, അത് വന്നിട്ട് CJ സിസ്റ്റം ആണ്. 10⁻⁷ എർഗ് ആണ് 1 ജൂൾ. 10⁻⁷ എർഗ് ആണ് 1 ജൂൾ. ഇനി ഊർജത്തിന് വേറൊരു യൂണിറ്റ് ഉണ്ട്. എന്താണ്? പണ്ട് ഉപയോഗിച്ചിരുന്നതാണ് കലോറി. അപ്പോൾ ഒരു കലോറി എന്ന് പറയുന്നത് എത്രയാണ്? ഒരു കലോറി എന്ന് പറഞ്ഞാൽ 4.2 ജൂൾ ആണ്. ഈ എനർജി എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ഊർജം എന്നുള്ള വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? അത് വന്നിട്ട് തോമസ് യങ് ആണ്. ആരാണ്? തോമസ് യങ് ആണ്. പിന്നെ ഈ വൈദ്യുതോർജ്ജം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വീട്ടിൽ പറയും ഒരു യൂണിറ്റ് എന്ന് പറയും. ഒരു യൂണിറ്റ് പറഞ്ഞാൽ എത്രയാണ്? 1 കിലോവാട്ട് അവർ ആണ്. 1 കിലോവാട്ട് അവർ പറഞ്ഞാൽ എന്താണ്? 1 കിലോവാട്ട് വൈദ്യുതി 1 അവർ പ്രവർത്തിക്കുമ്പോഴുള്ള യൂണിറ്റ് ആണ് 1 കിലോവാട്ട് അവർ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ നമുക്കറിയാം ഐൻസ്റ്റീൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, E = mc². മാസ്, C പറയുന്നത് പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ എനർജി എന്നുള്ള ലെവലാണ് ഈ E = mc² എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്? ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.